നമസ്കാരം. ഈ ആഴ്ച ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെ സമ്പൂർണ്ണ നക്ഷത്രഫലം അറിയാം. അശ്വതി. അശ്രദ്ധ കൊണ്ട് തെറ്റുകൾ ഉണ്ടാകുവാനും മേലധികാരികളിൽ നിന്നും ശകാരം കേൾക്കുവാനും ഇടയാകും. മംഗളകർമ്മങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല അവസരങ്ങൾ വന്നു ചേരും. ഭരണി. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ സൂക്ഷ്മത വേണം. കാർഷിക മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നു. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരുന്നതായിരിക്കും. കാർത്തിക. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനാർത്ഥം നിർവഹിക്കും. പകർച്ചവ്യാധി പിടിപെടാൻ ഇടയുണ്ട്. പാഠ്യപദ്ധതിയുടെ അന്തിമമായ പദ്ധതി സമർപ്പിക്കുന്നതിന് തയ്യാറാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. രോഹിണി. മക്കളുടെ ശ്രേയസ്സിനായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ത്വക്ക് രോഗത്തിന് സാധ്യതയുണ്ട്. മകയിരം. വിദേശത്തുള്ളവർക്ക് അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു. വീഴ്ചകളുണ്ടാകാതെ സൂക്ഷിക്കുക. കുടുംബത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ മാറി താമസിക്കേണ്ടതായി വരും. പദ്ധതി സമർപ്പണത്തിൽ വിജയം കൈവരിക്കും. തിരുവാതിര. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ സുഖവും ഉണ്ടാകും. വിശ്വാസ സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. മധ്യസ്ഥരുടെ ഇടപെടലുകൾ വാസ്തുതർക്കം പരിഹരിക്കുന്നതായിരിക്കും. പുണർദം. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. പുത്രിയോടൊപ്പം താമസിക്കുവാൻ വിദേശയാത്ര പുറപ്പെടാൻ സാധ്യതയുണ്ട്. മനസാക്ഷിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തയ്യാറാകും. പൂയം. മേലധികാരികളോട് വാക്കുതർക്കത്തിന് പോകരുത്. വർഷങ്ങൾക്കു ശേഷം ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും. അമിതവ്യയം നിയന്ത്രിക്കണം. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകുന്നതായിരിക്കും. ആയില്യം. പുത്രന് ഉപരിപഠന സൃതമായ ഉദ്യോഗം ലഭിച്ചാൽ ആശ്വാസകരം ആയിരിക്കുന്നതായിരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം ലഭിച്ചാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നതായിരിക്കും. മകം. മനസമാധാനവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും. പുത്രപൗത്രാദി സംരക്ഷണത്തിനായി അന്യദേശയാത്ര പുറപ്പെടും. ലാഭശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കും. സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതായിരിക്കും. പൂരം. അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും. ഹ്രസ്വകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരമുണ്ടാകും. കീഴ് ജീവനക്കാരുടെ സഹകരണത്താൽ പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കും. ഉത്രം. ഉത്സവാഘോഷവേളയിൽ ചെറിയ തോതിൽ അപകടത്തിന് യോഗമുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. എഴുതുന്ന പരീക്ഷയിൽ വിജയം കൈവരിക്കുന്നതായിരിക്കും. അത്തം. പുതിയ വ്യാപാര മേഖലകളിൽ തുടക്കം കുറിക്കും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയം കൈവരിക്കും. പണം മുതൽ മുടക്കായുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും. സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്നതായിരിക്കും. ചിത്തിര. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയമുണ്ടാകും. പുത്രനോടൊപ്പം താമസിക്കുവാൻ വിദേശയാത്ര പുറപ്പെടും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കുന്നതുമായിരിക്കും. ചോതി. സഹപ്രവർത്തകരുടെ സഹായാസഹകരണത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതായിരിക്കും. ഉത്സവാഘോഷങ്ങളിൽ നിന്ന് ചെറിയ തോതിൽ അപകടത്തിനും പണനഷ്ടത്തിനും യോഗമുണ്ട്. വിശാഖം. വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കുക. രക്തസമ്മർദ്ദ സാഹചര്യത്താൽ മുൻകോപം വർദ്ധിക്കും. പ്രവർത്തന മേഖലകളിൽ നിന്നും സാമ്പത്തിക ലാഭം വർദ്ധിക്കുന്നതായിരിക്കും. അനിഴം. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. സുഹൃത്തുത്താൽ ദുർഘടങ്ങൾ തരണം ചെയ്യുകയും അധ്വാനഭാരം വർദ്ധിക്കും. പിതാവിന് അസുഖം വർദ്ധിക്കും. തൃക്കേട്ട. വ്യക്തിപരമായി കടം കൊടുത്ത സംഖ്യ തിരിച്ചു ലഭിക്കാൻ നിയമസഹായം തേടും. മകളുടെ വിവാഹത്തിന് നിശ്ചയ ചടങ്ങ് മംഗളകരമായി തീർക്കും. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം വർദ്ധിക്കുന്നതായിരിക്കും. മൂലം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കുക. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുവാൻ അവസരമുണ്ടാകും. ഉദ്ദേശിച്ച വിലയ്ക്ക് ഭൂമി വിൽപ്പന സാധ്യമാകാൻ ഇടയുണ്ട്. പൂരാടം. വിദേശ സംബന്ധമായുള്ള വ്യാപാര വ്യവസായങ്ങൾക്ക് തുടക്കം കുറിക്കും. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും. വാത പ്രമേഹ രോഗപീഠകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഉത്രാടം. ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരും. കാർഷിക മേഖലകളിൽ നിന്ന് ആദായം വർദ്ധിക്കും. സമന്വയ സമീപനം
സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കും. തിരുവോണം അന്തിമമായി ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം വർദ്ധിക്കും. തൊഴിൽ രംഗത്തുള്ള അനിഷ്ടാവസ്ഥകൾ പരിഹരിക്കുവാൻ വിദഗ്ധ നിർദ്ദേശവും ഉപദേശവും തേടുന്നതായിരിക്കും. അവിട്ടം കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുവാൻ ഇടവരുന്നു. നിസ്സാര കാരണത്താൽ നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സങ്ങൾ വന്നു ചേരും. ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിവെക്കും. ചതയം സഹോദരന് സാമ്പത്തിക സഹായം ചെയ്യുവാൻ ഇടവരും. നിർദോഷ രോഗപീഠകളാൽ അസ്വസ്ഥം അനുഭവപ്പെടും. ആ സ്ഥാനത്തുള്ള വാക്കുകൾ ബന്ധുവിരോധത്തിന് വഴിയൊരുക്കും. ഉദ്യോഗത്തോടനുബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് വന്നു ചേരുകയും ചെയ്യുന്നു. പൂരുരുട്ടാതി ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിവെക്കും. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ ഇടവരും. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു. ഉത്രട്ടാതി ശാസ്ത്രീയ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. വിദ്യാഭ്യാസത്തിന് അനുസൃതമായ ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമാണ്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പീഠം ലഭിക്കാൻ സാധ്യതയുണ്ട്. വീഴ്ചകളുണ്ടാകാതെ സൂക്ഷിക്കുക. രേവതി വർഷങ്ങൾക്ക് മുൻപ് കടം കൊടുത്ത സംഖ്യ ഏറെക്കുറെ തിരിച്ചു ലഭിക്കും. ഗുരുനാഥൻ്റെ വിയോഗം മനോവിഷമത്തിന് ഇടയാക്കപ്പെടും. വിശേഷപ്പെട്ട ദേവാലയ സന്ദർശനത്തിന് അവസരമുണ്ടാകും. ഭൂമി വിൽപ്പന സാധ്യമാകും. ഈ ആഴ്ച നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ഏകദേശം പൊതുഫലപ്രകാരമാണ് ഞങ്ങൾ പറയുന്നത്.